അമേരിക്ക അറബ് രാജ്യങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇതിന് മുൻപ് തന്നെ ഉണ്ടായതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്തും അമേരിക്കക്കെതിരെ സംസാരിക്കാറില്ല അറബ് രാജ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു വിഷയം നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധമാണ്, പാലസ്തീനുമായിട്ടുള്ള പ്രശ്നം. ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് പോലും അമേരിക്കക്കെതിരെ ശക്തമായിരിക്കുന്ന ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറാകാറില്ല. അത് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരെ ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു രീതി അമേരിക്ക പിന്തുടരാറുണ്ട്. അത് ജനാധിപത്യപരമായിരിക്കുന്ന പ്രക്രിയ അവിടെ കൊണ്ടുവരും. നിങ്ങൾ ഭരണത്തിൽ തുടരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാവും. ഇവിടെ ഇറാഖിൽ ഭരണം അട്ടിമറിച്ചതാണ്, ലിബിയയിൽ അങ്ങനെ തന്നെയാണ്, സുഡാനിൽ അങ്ങനെ തന്നെയാണ്, സിറിയയിൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പറയാണ്ട്. അഫ്ഗാനിസ്ഥാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഭരണം അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക സാധിച്ചു. ഇത്തരം മേഖലയിലൊക്കെ തങ്ങൾക്ക് ഈ ഭരണം അട്ടിമറിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തരത്തിലുള്ള നിലപാടാണ് അമേരിക്കയ്ക്കുണ്ടാകുന്നത്. പരമാവധി അമേരിക്കയുടെ ആയുധങ്ങളാണ് അറബ് രാജ്യങ്ങൾക്കുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അത് കൃത്യവുമാണ്. മാത്രമല്ല അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട്, ഇത് എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടത്, എന്താ സ്ഥിതി, കാര്യങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് നല്ല ബോധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സിറിയയിൽ ഭരണം അട്ടിമറിഞ്ഞ സമയത്ത് ആ രാജ്യത്തിൻ്റെ അകത്തുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഇസ്രായേൽ ബോംബ് സ്ഫോടനത്തിൽ തകർത്തു. അതുകൊണ്ട് ആ രാജ്യത്തുണ്ടായിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേലിനെ അറിഞ്ഞതുകൊണ്ടാണല്ലോ ആ പ്രവൃത്തി ചെയ്തത്.